ഒരുപാട് ആൾക്കാർ എനിക്ക് ഫോൺ വിളിച്ചിട്ടും മെസ്സേജ് അയച്ചിട്ടൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു മാനസികപരമായിട്ട് ഒരു എന്നെക്കൊണ്ട് പറ്റൂല എന്നൊക്കെ ഒരു തോന്നൽ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് പ്യുവർലി ഒരു സ്റ്റോറിയാണ്. കാരണം എപ്പോഴും ടിപ്സ് പറയുന്നത് എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പം നമുക്ക് രണ്ട് കാര്യങ്ങളാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എൻ്റെ ചാനലിൽ. ഒന്ന് ടിപ്സ് കാര്യങ്ങൾ യൂട്യൂബിൻ്റെത്, പിന്നെ യൂട്യൂബിൽ വീഡിയോ ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ നന്നാവണം. അപ്പോൾ നിങ്ങളെയും കൂടി നന്നാക്കാനുള്ള പരിപാടികളാണ് ചെയ്യുന്നത്. ഇന്ത്യയിലെ ഒരു ഗ്രാമത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. രണ്ട് കുട്ടികൾ എന്ന് പറയുന്നത് ഒരാൾ 6 വയസ്സും ഒരാൾ 12 വയസ്സുമാണ്. അപ്പോൾ ഈ രണ്ട് കുട്ടികളും കൂടി ഗ്രാമത്തിൽ നിന്ന് കുറച്ച് ദൂരമുള്ള സ്ഥലത്തേക്ക് കളിക്കാൻ പോകും സ്ഥിരമായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം രാവിലെ കുട്ടികൾ കളിക്കാൻ വേണ്ടിയിട്ട് യാത്രയായി. അങ്ങനെ കളിക്കാൻ വേണ്ടി യാത്രയായി കുറച്ച് ദൂരെ പോയി കളിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ ഈ പന്തോ മറ്റോ കിണറിൽ വീണു. അപ്പോൾ അവിടെയുള്ള കിണറിൽ വീണപ്പോൾ ഒരു കുട്ടി, അതായത് 12 വയസ്സ്, സാധാരണയായിട്ട് നമ്മൾ വലിയ കുട്ടികളാണ് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുക. അപ്പോൾ വലിയ കുട്ടി സ്വാഭാവികമായിട്ടും നേരെ പോയി ഈ പന്തെടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഇടയിൽ എന്ത് ചെയ്തു, കുട്ടി വെള്ളത്തിലേക്ക് അങ്ങ് വീണു, അതായത് കിണറിൽ വീണു. അങ്ങനെ കിണറിൽ വീണ് കഴിഞ്ഞിട്ട് 6 വയസ്സായ കുട്ടിയാണ് അവിടെ ബാക്കിയുള്ളത്. മറ്റു ആരും തന്നെ, അതായത് ആ ഗ്രാമത്തിലുള്ള ഒരാളും ആ പ്രദേശത്തില്ല. അതുകൊണ്ട് തന്നെ ആ കുട്ടി കുറേ സമയം കരഞ്ഞു, നിലവിളിച്ചു. ഇതൊന്നും കഴിഞ്ഞിട്ട് ഒരു രക്ഷയില്ലാന്ന് കണ്ടപ്പോൾ ആ കുട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, അവിടെ ഉണ്ടായിരുന്ന ഒരു കയറെടുത്തിട്ട് ഈ കിണറിലിട്ടപ്പോൾ ആ കുട്ടി, വലിയ കുട്ടി പിടിച്ചു. കാരണം വലിയ ആഴത്തിലുള്ള മുങ്ങി മരിക്കാനുള്ള ഒരു കിണറൊന്നുമല്ല. അപ്പോൾ അതിൽ ഇട്ട് വലിച്ചെടുത്തു പറഞ്ഞാൽ ഒരുപാട് സമയം എടുത്തിട്ട്, അതായത് ആ കുട്ടീനെ കൊണ്ട് പറ്റുന്ന പോലെ വലിച്ച് അവസാനം 12 വയസ്സുള്ള കുട്ടിയെ രക്ഷപ്പെടുത്തി. ഇതിന് ശേഷം ഈ കുട്ടികൾ ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്നു. പക്ഷെ വളരെ ലേറ്റായിട്ട് വന്ന കുട്ടികൾ അന്വേഷിച്ചപ്പോഴേക്കും ഗ്രാമത്തിലുള്ള ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ എവിടെ പോയതാണ്, എന്താണ് സംഭവിച്ചതെന്നൊക്കെ ചോദിച്ചപ്പോൾ ചെറിയ കുട്ടി പറഞ്ഞു വലിയ കുട്ടി കിണറിൽ വീഴുകയും ചെറിയ കുട്ടി ഇതുപോലെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ആൾക്കാർ പറഞ്ഞു, നിങ്ങൾ ഇത് രക്ഷപ്പെടാൻ വേണ്ടി കള്ളക്കഥ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ കള്ളക്കഥ നമ്മൾ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ നോക്കണ്ട എന്ന രൂപത്തിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടായി. ഈ പ്രശ്നത്തിൽ ജനങ്ങൾ രണ്ട് വിഭാഗമായിട്ട് മാറി. ഒരു വിഭാഗം എന്ന് പറയുന്നത് കുട്ടികൾ പറയുന്നത് ശരിയാണെന്നും, മറ്റൊരു വിഭാഗം പറഞ്ഞത് ഇവർ തീർത്തും കള്ളക്കഥ ഉണ്ടാക്കിയതാണ് എന്ന നിലപാടിലേക്ക് വന്നു. അങ്ങനെ ഇത് ഗ്രാമത്തിൽ വലിയൊരു ചർച്ചയായി മാറിയപ്പോൾ എന്ത് ചെയ്തു, ഇത് ഗ്രാമത്തിലെ പ്രമുഖരായ ആളുകൾ, പണ്ഡിതരായ ആൾക്കാർ ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ നാട്ടിലും പ്രശ്നങ്ങൾ ഉണ്ടായില്ല, അങ്ങനെയുള്ള ആൾക്കാരെ കാണും പണ്ടൊക്കെ. അപ്പോൾ അവരുടെ അടുത്തേക്ക് കുട്ടികളെ കൊണ്ടുപോയിട്ട് കുട്ടികൾ വീണ്ടും ഈ കഥ റിപ്പീറ്റ് ചെയ്ത് അത് വീണ്ടും പറഞ്ഞു. അപ്പോൾ വീണ്ടും പറഞ്ഞപ്പോൾ ഈ ആൾ വളരെ ശ്രദ്ധയോടെ കുട്ടികൾ പറയുന്ന കഥയൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് കുട്ടികളോട് പറഞ്ഞു, ഓക്കെ, നിങ്ങൾ പറഞ്ഞ കഥയൊക്കെ ഞാൻ കേട്ടു എന്ന് പറഞ്ഞിട്ട് കുറച്ച് സമയം ഒന്നും മൗനമായിട്ട് നിന്നിട്ട് നാട്ടുകാരോട് പറഞ്ഞു, കുട്ടികൾ പറഞ്ഞ കഥ ശരിയാണ്. അപ്പോൾ നാട്ടുകാർ പറഞ്ഞു, അതെന്താണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്, ഇത്രയും ചെറിയ കുട്ടി എങ്ങനെയാണ് 12 വയസ്സുള്ള കുട്ടിയെ വലിച്ചു കയറ്റിയത്? ആ സമയത്ത് അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ആ സമയത്ത് ആ കുട്ടി ആ കാര്യം ചെയ്യുമ്പോൾ, അതായത് വലിച്ചു കയറ്റുന്ന സമയത്ത് അവന് ആ കഴിവ് ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടും നിന്നെക്കൊണ്ടത് പറ്റൂല എന്ന് പറയാൻ വേണ്ടിയിട്ടും ഈ പറഞ്ഞ നാട്ടുകാരും വീട്ടുകാരും അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് അറിയില്ലായിരുന്നു അവന് ഇത്രത്തോളം പവർ ഉണ്ടെന്നും അവർ സ്വന്തമായിട്ടിത് ചെയ്യാൻ പറ്റുന്നു ആ സമയത്ത് ആ കുട്ടിക്ക് അറിയാം. അല്ലെങ്കിൽ കുട്ടി ആ സമയം ആ ഫോഴ്സ് ഉപയോഗിച്ച് വലിച്ച് കയറ്റുകയാണ് ചെയ്തത്. നാട്ടിലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിക്ക്, 6 വയസ്സുള്ള കുട്ടിക്ക് ഈ 12 വയസ്സുള്ള കുട്ടിയെ ഒരു കാരണവശാലും വലിച്ച് കിണറിൻ്റെ പുറത്തെത്തിക്കാൻ പറ്റില്ല. അതിൻ്റെ കാരണം നിങ്ങൾ ഓരോരാളും പറയും നിന്നെ കൊണ്ട് അത് പറ്റൂല എന്ന് പറയുകയും ആ കുട്ടി അത് അംഗീകരിക്കുകയും അതോടുകൂടി ആ കുട്ടിക്ക് അത് പറ്റാതെ വരികയും ചെയ്യും. ഇതാണ് സ്റ്റോറി. അപ്പോൾ ഈ സ്റ്റോറി എന്തിനാണ് ഒരു ക്രിയേറ്ററിനോട് പറയുന്നത്? ക്രിയേറ്ററിനോട് പറയാൻ കാരണം, ഇതുപോലെ നിരവധി ആളുകൾ ദിവസവും നിങ്ങളോട് പറയും നിങ്ങളെ കൊണ്ട് പറ്റൂല, നിങ്ങളെ കൊണ്ടാവില്ല, നിൻ്റെ വീഡിയോ കണ്ടാൽ മതി എന്ന്. ഇനി ഈ നാട്ടുകാർ മാത്രമല്ല പറയുന്നത്. പലപ്പോഴും നമ്മളോട് 1-2 ആൾക്കാർ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് മനസ്സിൽ സ്വീകരിച്ച് കഴിഞ്ഞിട്ട് പിന്നീടുള്ള പറച്ചൽ എന്ന് പറയുന്നത് നാട്ടുകാരല്ല, പിന്നീട് നമ്മൾ തന്നെയാണ് പറയുന്നത്. രണ്ട് പേര് എന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ മനസ്സും തമ്മിലുള്ള ഡിസ്കഷൻസാണ്. ഈ ഡിസ്കഷൻസിൽ നേരത്തെ ആളുകൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് അനലൈസ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ പറയാൻ, എനിക്ക് ഇന്ന കഴിവുകളില്ല, നിന്നെക്കൊണ്ട് ഇന്നത് പറ്റൂല എന്ന് നമ്മളെ മനസ്സോട് തന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവിടെ വെക്കും. അതോടുകൂടി ഒരു നല്ലൊരു വീഡിയോ എടുക്കാൻ എനർജിയോട് വന്ന ഒരാൾ അതോടുകൂടി ഡൗൺ ആവും. കാരണം
ഇങ്ങനെ പല റീസൺസും പറഞ്ഞു വെച്ചിട്ടുണ്ടാവും മനസ്സിൽ. രണ്ടാമത്തെ റീസൺസ് പറഞ്ഞാൽ പിന്നീട് കാരണങ്ങൾ കണ്ടുപിടിക്കുക. അതായത് നമുക്ക് നമ്മുടെ കുറ്റപ്പെടുത്താൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ പറയും ക്യാമറ ക്വാളിറ്റി ഇല്ല, മൈക്ക് ക്വാളിറ്റി ഇല്ല, അല്ലെങ്കിൽ എനിക്കത് സാധനമില്ല, ഇതില്ല, അതുകൊണ്ട് എൻ്റെ വീഡിയോ പെർഫെക്ഷൻ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ താൽക്കാലികമായിട്ട് ആ ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ മെല്ലെ മാറി നിൽക്കും. പിന്നീട് നിങ്ങൾ സ്ഥിരമായിട്ട് വിശ്വസിക്കും എന്നെക്കൊണ്ട് ഇത് പറ്റൂല എന്നുള്ളത്. അതുമാത്രമല്ല, എനിക്ക് ഇതേ കാര്യം പറഞ്ഞിട്ട് കുറച്ച് പേര് അവരുടെ വീഡിയോ ലിങ്കും കാര്യങ്ങളൊക്കെ അയച്ചു തന്നു. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്നേക്കാളും എത്രയോ കിടലായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, പക്ഷെ അവർ കുടുങ്ങി നിൽക്കുന്നത് ഇതുപോലെയുള്ള കുറേ ചിന്തകളുടെ മുകളിലാണ്. ഇപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ചിന്തകൾ ഒഴിവാക്കി അങ്ങ് വീഡിയോ റെക്കോർഡ് ചെയ്യുക. വീഡിയോ റെക്കോർഡ് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. ചിലപ്പോൾ ആരും കാണൂല, അല്ലെങ്കിൽ ഒരു 10 വീഡിയോ ഇടുമ്പോൾ കുറച്ച് ആൾക്കാർ രസമില്ല എന്നൊക്കെ പറയുമായിരിക്കും. പറഞ്ഞോട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫെയിലാവാം. നിങ്ങൾ യുദ്ധം ചെയ്ത് തോറ്റോ പ്രശ്നമില്ല, പക്ഷെ യുദ്ധം ചെയ്യാതെ തിരിഞ്ഞോടുന്നത് പണ്ട് കാലത്തും എന്നും എക്കാലത്തും അതൊരു വലിയ തെറ്റായിട്ടാണ് കാണുന്നത്. യുദ്ധത്തിൽ പിന്മാറി ഓടുന്നവൻ പിന്നീട് ജീവിക്കേണ്ട ആവശ്യമില്ലാന്നൊക്കെയാണ് പണ്ടത്തെ ആൾക്കാർ പറയുന്നത്. ജീവിച്ചിരിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല, അവരതൊന്ന് കൊന്നേക്ക് എന്ന് വരെ ചില രാജാക്കന്മാർ പറയാറുണ്ട്. കാരണം ഇതാണ്, തോറ്റ് ജീവിക്കുന്നതിനേക്കാളും നല്ലത്. നിങ്ങൾ ശ്രമിക്കൂ, ജയിക്കാൻ പറ്റുമോ നോക്കാതെ നമുക്ക്. ഈ ഒരു സ്റ്റോറി മാത്രമാണ്, ബാക്കി കുറച്ച് സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ അടുത്ത വീഡിയോസിലൊക്കെ പറയാറുണ്ട്. അപ്പോൾ ചാനൽ സബ് ചെയ്യാത്തവർ സബ് ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.